എല്ലാവർക്കും നമസ്കാരം. ശുഭരാത്രി. ഗുരുപൂർണിമയുടെ പിറ്റേന്ന് എന്റെ ഗുരു മഹാഗുരുവായിട്ടുള്ള മണിയേട്ടനെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഗുരുവിന് പ്രാധാന്യം നൽകുന്ന എല്ലാവരും ഇന്നലത്തെ ദിവസം ഗുരുവിനെ കാണുകയോ ഗുരുവിന്റെ ഇടത്തിലേക്ക് ചെല്ലുകയോ ഗുരുവായിട്ട് വിനിമയത്തിലാവുകയോ ചെയ്തിട്ടുണ്ടോ? ഏറ്റവും ചുരുക്കിയത് ഒരു ഗുരുസ്മരണയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഇപ്പൊ വന്നിട്ടുള്ളതെല്ലാം തന്നെ ഗുരുവിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പക്ഷെ ഗുരു എന്നുള്ളതിനെ കുറിച്ച് ഒരുപക്ഷെ കൃത്യമായിട്ട് അറിയാത്തവരും ഒക്കെ ഇത് കേൾക്കാനിടയാകും എന്നുള്ളത് കൊണ്ട് ആ മേഖലയിലെ കുറച്ച് കാര്യങ്ങളാണ് സത്യത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഗുരു എന്നുള്ളത് ഒരു ആവശ്യമുള്ള കാര്യമല്ല. എല്ലാവരും സ്വയം ഗുരുക്കന്മാരാണ്, സ്വയംഭൂവാണ് എന്ന് ചിന്തിക്കുന്ന ഒട്ടേറെ പേരെ എനിക്കറിയാം. എന്തോ യുക്തിയുടെ സ്വാധീനം നല്ലപോലെ ഉണ്ടായിരുന്നിട്ടും അങ്ങനെ ഒന്നിലേക്ക് ചെന്നു ചേരാൻ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മഹാഗുരുവിന്റെ കൈകളിലൂടെ 38 വർഷം യാത്ര ചെയ്യാൻ, അദ്ദേഹം സമാധിയായതിനു ശേഷവും അദ്ദേഹത്തിന്റെ സുരക്ഷിത മണ്ഡലത്തിനകത്ത് ജീവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് എന്നതുകൊണ്ട് ഈ കാലം അത്രയും കൊണ്ട് ഗുരുവിനെ കുറിച്ച്, ഗുരുത്വത്തെക്കുറിച്ച്, ഗുരുമണ്ഡലത്തെക്കുറിച്ച്, ഗുരുപൂർണിമയെ കുറിച്ചൊക്കെ എനിക്ക് ബോധ്യമായ കുറച്ച് കാര്യങ്ങൾ പങ്കിടാമെന്നാണ് ഇവിടെ വിചാരിക്കുന്നത്. ഞാൻ ഈ മേഖലയിലെ ഒരു അവസാന വാക്ക് ഒന്നുമല്ല. ഒരു ഗുരുവിന്റെ ശിഷ്യനായിരുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്കുള്ള ഈ മേഖലയിലുള്ള യോഗ്യത. പ്രകൃതി തത്വശാസ്ത്രം അനുസരിച്ച് ഗുരു എന്നതിന്റെ വ്യാഖ്യാനമാണ് ഇവിടെ ഉണ്ടാവുക. ഗുരുക്കന്മാരെ കുറിച്ച് ലോകത്ത് ഒരുപാട് സങ്കല്പനങ്ങളുണ്ട്. ഗുരു എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിക്കുന്ന ആളാണ്, ഇരുട്ടിലേക്ക് വെളിച്ചം വീശുന്ന ആളാണ്, ഇരുട്ടിനെ നീക്കുന്നവൻ ഗുരു എന്ന് ഉള്ള സംസ്കൃത വ്യാഖ്യാനം നമുക്കുണ്ട്. അപ്പോ ആ വിധത്തിലാണ് നമ്മൾ അതിനെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരൊക്കെ ഗുരുക്കന്മാരാണ്. അങ്ങനെ കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഗുരു, എന്നെ പാകപ്പെടുത്തിയ, എന്റെ കൂടെയുള്ള ഒട്ടേറെ പേരെ പാകപ്പെടുത്തിയ ഗുരു, ആ ഗുരുവിന്റെ രൂപമാണ്, ആ ഗുരുവിന്റെ മാതൃകയാണ്, ആ ഗുരുവിന്റെ പാറ്റേൺ ആണ് എനിക്കറിയാവുന്നത്. അത് പ്രകൃതിതത്വശാസ്ത്രത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കുക എന്നത് മാത്രമാണ് എനിക്ക് കരണീയം. അപ്പോ ഗുരുവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഗുരുപൂർണിമ എന്നുള്ള ഇന്നലത്തെ ദിവസത്തിന്റെ ആ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാം. അതിനുശേഷം ബാക്കി ഗുരുത്വം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ചെല്ലാം. ഇത് ഭാരതീയമായ ഒരു സങ്കല്പമാണ്. ആഷാഢമാസത്തില്, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് വരുന്നതാണ് ആഷാഢമാസം. ആഷാഢമാസത്തിൽ വരുന്ന പൗർണമി, ആ പൗർണമിയാണ് നമ്മൾ ഗുരുപൂർണിമയായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ആഷാഢമാസത്തിലെ പൗർണമിക്കുള്ള പ്രത്യേകത എന്താണ് എന്ന് അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഈ എന്താ പറയാ, ലക്ഷ്മിയും പിന്നെ വിഷ്ണുവും ഒക്കെ ദേവതകളായി നിൽക്കുന്ന ഒന്നായിട്ട് ഹിന്ദു വിശ്വാസപ്രകാരം കണക്കാക്കപ്പെടുന്നു. അപ്പോ വിഷ്ണുവുമായിട്ടാണ് ഇതിന് അടുപ്പം എന്നുള്ളത്, അല്ലെങ്കിൽ ബന്ധം എന്നുള്ളത് വെച്ച് നോക്കുന്ന സമയത്ത് ഹൈന്ദവ വിശ്വാസികൾക്ക് അങ്ങനെയൊക്കെ വിശ്വസിച്ചു പോകാം. ഇത് യാതൊരു തെറ്റുമില്ല. ഏത് വിശ്വാസത്തിനും തെറ്റുകളില്ല. ഏത് വിശ്വാസത്തിനും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യങ്ങൾ പാലിക്കപ്പെടട്ടെ. ബുദ്ധമതത്തിന്
അദ്ദേഹം ജ്ഞാനോദയം ഉണ്ടായതിനു ശേഷം ആദ്യമായി ശിഷ്യന്മാരോട് സംസാരിച്ച പൗർണമി എന്ന രൂപത്തിലാണ് ബുദ്ധമതത്തിൽ ഇതിനെ സങ്കല്പിക്കപ്പെടുന്നത്. അതേസമയം യോഗശാസ്ത്രത്തിന്റെയും ദ്രാവിഡീയ സങ്കല്പത്തിന്റെയും ഒക്കെ കണക്കനുസരിച്ച് ദീർഘകാലം തപസ്സിലൂടെയും നടനത്തിലൂടെയും ഒക്കെ താണ്ഡവത്തിലൂടെയും ഒക്കെ എക്സൈറ്റഡ് ആയിരുന്ന ശിവ ഭഗവാൻ കുറച്ചുകൂടെ പ്രാചീന അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ശിവ ഭഗവാൻ എന്നുള്ളതിന് പകരം ശിവഗുരു എന്ന രൂപത്തിലേക്ക്, ഗുരുക്കന്മാരില്ലാതിരുന്ന ഒരു കാലത്ത് ആദ്യമായി ഈ ഈശ്വരീയം എന്നുള്ളൊരവസ്ഥയെ, യോഗാവസ്ഥയെ ബോധ്യപ്പെട്ട ഒരാൾ ഹിമാലയത്തിലെങ്ങോ നിന്നുകൊണ്ട് ഒരുപാട് പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. വർഷക്കണക്കിനുള്ള തപസ്സും വർഷക്കണക്കിനുള്ള പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ട് ഒരുപാട് പേരോട് ഒത്തുകൂടി അത്ര. അപ്പൊ അവരെല്ലാം ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പൊ അദ്ദേഹം അതിനൊരു മറുപടി കൊടുത്തില്ല എന്നാണ് കഥ. അങ്ങനെ കാത്തിരുന്ന് ഇയാൾ ഇതെന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകാൻ തടിച്ചുകൂടിയ, ഇതിലൂടെ പോയ ആളുകളെല്ലാം തടിച്ചുകൂടിയിരുന്നു. ആ തടിച്ചുകൂടിയ ആളുകൾക്ക് ക്ഷമയറ്റിട്ട് അവർ പലരും തിരിച്ചുപോയി. ആ തിരിച്ചുപോയ അവരിൽ തിരിച്ചു പോകാതെ നിന്ന ചില ആളുകൾ ബാക്കിയായി, 7 പേർ ബാക്കിയായി. അങ്ങനെ അദ്ദേഹം ഏറ്റവും കൂടുതൽ മനസ്സ് തുറന്നിരിക്കുന്ന, ശരീരം തുറന്നിരിക്കുന്ന, ജ്ഞാനമണ്ഡലം തുറന്നിരിക്കുന്ന ഒരു നാൾ തെരഞ്ഞെടുത്ത് എന്താണിത്, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അഭ്യസനം എന്താണ് യോഗാവസ്ഥ, എന്താണ് ഈശ്വരീയം എന്നുള്ളതിനെ കുറിച്ചുള്ള 7 തരം വീക്ഷണങ്ങളെ തന്നെ കാണാൻ വന്ന ആളുകൾക്ക്, 7 പേർക്ക് പറഞ്ഞു കൊടുത്തു. സപ്തഋഷികൾ എന്ന് പറയുന്നവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് സങ്കല്പം. അപ്പോ ദ്രവീഡിയൻ സങ്കല്പം അനുസരിച്ച് ഈ 7 ഗുരുക്കന്മാർക്ക് അവരുടെ ജ്ഞാനമണ്ഡലത്തെ ഉദിപ്പിക്കാനായി ഏറ്റവും യുക്തമായ ദിവസമായി ശിവയോഗി, ശിവഗുരു തെരഞ്ഞെടുത്ത ദിവസമാണ് ഗുരുപൂർണിമ എന്ന് പറയുന്നത്. കുറച്ചുകൂടി അതിന്റെ സംഗതികളിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് പിന്നെയും ചുവട് മാറുന്നുണ്ട്. നമ്മൾ, അതായത് ഒളിമ്പസിന്റെ പ്രവർത്തകർ എന്ന് പറയുന്നത്, പ്രകൃതിയെ ബോധ്യപ്പെടുന്ന, പ്രകൃതിയോട് ചേർത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഈശ്വരൻ എന്നുള്ള പദവും ഈശ്വര സങ്കല്പവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പും ഇവിടെ ഉണ്ടായിരുന്നത്, ഒരുപക്ഷെ ഈശ്വരൻ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്നത് പ്രകൃതിയാണ്. അപ്പൊ പിന്നെ സൃഷ്ടി സങ്കല്പങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാം. ഞാനിവിടെ പ്രകൃത്യാത്മീയതയെ ആധാരമാക്കിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് ഇവിടെയുള്ളവർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ പ്രകൃതി എന്ന് പറയുന്ന ആ ഒരു ഏകകത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് മലകളിൽ ജീവിച്ചിരുന്ന പ്രാചീന ആധ്യാത്മിക അന്വേഷികളായിട്ടുള്ളവർ, അവരെ ലോകമെമ്പാടും വിളിക്കുന്ന പേരാണ് ഷാമനുകൾ. അങ്ങനെ ഹിമാലയ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഷാമനുകൾക്ക് അവർക്ക് ഏറ്റവും യുക്തമായ, യോഗ്യമായ ഒരു ശാരീരിക മാനസികാവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ആ ഒരു അവസ്ഥയിൽ ഏറ്റവും യുക്തമായ ഷർപ്പകൾക്ക്, മലകളിൽ വസിച്ചിരുന്ന പ്രകൃതി ഉപാസകരായ കുറച്ചാളുകൾക്ക്, ഷാമനുകൾക്ക് എന്താണ് ലോകം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് സമാധാനവും സുസ്ഥിരതയും ഉണ്ടാകണമെങ്കിൽ എന്തു വേണം, മനസ്സിനും സമൂഹത്തിനും പ്രകൃതിക്കും സുസ്ഥിരത ഉണ്ടാകണമെങ്കിൽ, ശാന്തി ഉണ്ടാകണമെങ്കിൽ, സമാധാനം ഉണ്ടാകണമെങ്കിൽ, അതിന്റെ തുലനത ഉണ്ടാകണമെങ്കിൽ, കൈവല്യത്തിലെത്തണമെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ആ ഗുരു, ഷേർപ്പയായിട്ടുള്ള ഒരു ഗുരു തെരഞ്ഞെടുത്ത ദിവസമാണ് പൂർണിമ എന്ന് പറയുന്നത്, ഈ ഗുരുപൂർണിമ എന്ന് പറയുന്നത്. അപ്പൊ ഗുരു ഒരു ദിവസം തെരഞ്ഞെടുത്തു ശിഷ്യന്മാർക്ക് ഇക്കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അതെന്തുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. ആ തെരഞ്ഞെടുത്ത ദിവസമാണ് ഗുരുപൂർണിമ എന്നുള്ളതാണ് ഇതിന്റെ ചരിത്രപരമായ വസ്തുത. അപ്പോ അതിനുശേഷം പിന്നെ ലോകമെമ്പാടും നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ ആചരിച്ചതിനെ കൊളവാക്കുമല്ലോ. അങ്ങനെ കൊളവാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രാചീന കാലത്തെ അധ്യാപക ദിനമായിട്ട്
ആധുനിക കാലത്ത് അത് ആഘോഷിക്കപ്പെടുന്നത്. അധ്യാപക ദിനം എന്താണെന്ന് അറിയാമല്ലോ. അധ്യാപകന്മാരെ എല്ലാവരും സത്യത്തിൽ ഇന്ന് അല്ല, സെപ്റ്റംബർ 5-ാം തീയതി എന്റെ വീട്ടിലേക്ക് ഒരു വിളി വരും. എന്റെ സുഹൃത്തായിരുന്ന, എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരാൾ, ശരവണൻ എന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്ത്. ഇപ്പൊ എനിക്ക് 84 വയസ്സായി, പുള്ളിക്ക് 56 വയസ്സായി. എന്റെ കൂടെ പഠിച്ചാണെങ്കിൽ പോലും 2 വയസ്സ് കൂടുതലാണ്. ഇത്ര കാലമായിട്ടും എല്ലാ വർഷവും എന്റെ അച്ഛനെയും അമ്മയെയും സെപ്റ്റംബർ 5-ാം തീയതി അദ്ദേഹം വന്ന് കാണുകയോ വരാൻ പറ്റാത്ത ദൂരത്താണെങ്കിൽ വിളിക്കുകയോ ചെയ്തുകൊണ്ട് അഭിവാദനം ചെയ്ത് കുറച്ചു നേരം അവരുമായിട്ട് ചേർന്ന് ഇരിക്കും. ആ ഗുരുത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോ അങ്ങനെ ഒരു അധ്യാപക ദിനം ലോകമെമ്പാടും അല്ലെങ്കിൽ ഭാരതമെമ്പാടും ഇപ്പോൾ ആചരിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ പ്രാചീനകാല അവസ്ഥയാണ് ഇത് എന്ന രീതിയിലാണ്, അതായത് ഗുരുവിനെ ഓർക്കാൻ, ഗുരുവിനോട് നന്ദി പറയാനുള്ള ഒരു ദിവസമായിട്ട് കരുതുന്നു. നല്ലതാണിത്. നമ്മളെ പഠിപ്പിച്ചവരോട്, നമ്മളെ കരുതിയവരോട്, നമ്മളാക്കിയവരോട് കൃതജ്ഞത ഉണ്ടാവുക എന്നുള്ളത് വലിയ ഒരു ഗുണമാണ്, സവിശേഷ ഗുണമാണ്. അങ്ങനെ ഒരു ഗുണം നമ്മൾ ഗുരുപൂർണിമ എന്നുള്ള രീതിയിൽ കണക്കാക്കുന്ന സമയത്ത് എല്ലാവരും ഗുരു പൂർണിമയുടെ ദിവസം അവരവരുടെ ഗുരുവിന്റെ സമക്ഷം പോവുകയോ കാണുകയോ വർത്താനം പറയുകയോ ഒക്കെ ചെയ്യും. പക്ഷെ യഥാർത്ഥത്തിൽ ഗുരുപൂർണിമയ്ക്ക് ഉള്ള മറ്റ് പ്രാധാന്യങ്ങൾ എന്താണ്? ഇതിന് 2 പക്ഷമുണ്ട് എന്നിട്ടോ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഗുരുത്വം എന്നുള്ള 2 പദങ്ങളെ തൽക്കാലത്തേക്ക് എടുക്കുക. ഇതിനെ നമുക്ക് വീണ്ടും അതിനകത്തേക്ക് പോകാം. ഗുരുത്വം എന്നുള്ള കാര്യം. ഗുരു എന്നുള്ളത് എന്റെ തിരിച്ചറിവ് പ്രകാരം നമ്മുടെ ധർമ്മത്തിലേക്ക് വഴി കാണിക്കുന്ന ആളാണ്. ധർമ്മം പഠിപ്പിച്ചു തരുന്ന ആൾ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. ധർമ്മത്തിലേക്ക് വഴി കാണിച്ചു തരുന്ന ഒരാളാണ്. ഇപ്പൊ കുറച്ച് ആളുകൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഗുരുവല്ല, ഗുരുത്വമല്ല, ഒരു സാധനവും അവരുടെ വിഷയമേ അല്ല. അവരെ നമുക്ക് മാറ്റി നിർത്തുക, ബാക്കിയുള്ളവരെ എടുക്കുക. അതിൽ 2 വിഭാഗമുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഗുരുവിനോട് വല്ലാതെ കമ്മിറ്റഡ് ആയിരിക്കും. ഗുരു എന്നുള്ള ആ സങ്കല്പത്തോട്, തത്വത്തോട് അല്ല, ഗുരു എന്നുള്ള വ്യക്തിയോട്, ആ ഗുരു എന്നുള്ള സ്ഥാനത്തോട് വല്ലാതെ കമ്മിറ്റഡ് ആയിരിക്കും. അവര് സത്യത്തിൽ ഒരുപാട് ഗുരുക്കന്മാർ ഉള്ളവരും ഈ ഗുരു എന്നുള്ള സങ്കല്പത്തോട് ഒരു അഭിനിവേശം ഉള്ളതുമായിരിക്കും. ഇപ്പൊ മോഹൻലാലിനോട് ചേർന്ന് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? മോഹൻലാലിനോടുള്ള മമതയല്ല, മോഹൻലാൽ എന്നുള്ള വ്യക്തിയുടെ സ്റ്റാർഡത്തോടാണ് നമുക്ക് താല്പര്യം. അപ്പൊ ഫോട്ടോ എടുത്ത് നമുക്ക് ഫേസ്ബുക്കിൽ ഇടുന്നു. ഇവിടെ ഗുരു എന്ന് പറയുന്ന വ്യക്തി നമുക്ക് കാണിച്ചു തന്നത് ധർമ്മമാണ്. ആ ധർമ്മത്തോടുള്ള കമ്മിറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് 2ാം വിഭാഗക്കാരുടെ വിഷയം. അപ്പോ ആദ്യം നമ്മൾ ഒരു കൂട്ടരെ ഒഴിവാക്കി, അവരെ നമ്മൾ ഇതിൽ കൂട്ടണ്ട, 0 ഗണം എന്ന് പറയുന്നത് അവര് കൂട്ടി. 1ാമത്തെ കൂട്ടര് ഗുരുവിനോട് വല്ലാതെ കമ്മിറ്റഡ് ആണ്. 2ാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഗുരുത്വത്തോട്, ഗുരു നമുക്ക് കാണിച്ചു തന്ന ധർമ്മത്തോട് ഗുരുത്തപ്പെട്ട് നിൽക്കാൻ, അതിനോട് ചേർന്ന് നിൽക്കാനുള്ള അഭിനിവേശമുള്ളവരാണ്. അപ്പൊ ഈ അഭിനിവേശം ഉള്ളൊരവസ്ഥയെ കുറിച്ചാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഗുരുവിനോടുള്ള കൃതജ്ഞത എന്തുകൊണ്ടും നല്ലത് തന്നെ, സൂക്ഷിക്കേണ്ടതാണ്, നമ്മളത് കാത്തു സൂക്ഷിക്കേണ്ടതാണ്, കൃതജ്ഞതയോടുകൂടി പെരുമാറേണ്ടതാണ്. അത് നമ്മുടെ ഉള്ളിൽ നിർമ്മലത കൊണ്ടുവരും, ഒക്കെ ശരി തന്നെ. പക്ഷേ ഗുരു നമുക്ക് തന്ന ധർമ്മം എന്തോ, ധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്നത്, ആ ധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്നതിനെയാണ് ഗുരുത്വം എന്ന് പറയുക. ഗുരുത്വം കെട്ടവൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഗുരുത്വം കെട്ടവനാന്ന് പറയില്ല. അതിലാ ഗുരുത്വം എന്ന് പറയുന്നത്. ഗുരുത്വം എന്നുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ? ഈ പ്രപഞ്ചത്തില് ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. ആ സംവിധാനത്തില് നമുക്ക് ശരീരം എന്നുള്ള ഒരു കാര്യമുണ്ട്. പ്രകൃതി, ദൃശ്യപ്രകൃതി, മരം, ചെടി, കൊടി, പുഴ ഒക്കെ കൂടി ചേർന്നുള്ള ദൃശ്യപ്രകൃതി ഉണ്ട്. ആ ദൃശ്യപ്രകൃതിയാകുന്ന ഗർഭപാത്രത്തിനകത്തെ ഒരു ജീവിയാണ് നമ്മൾ. ആ വലിയ ശരീരത്തിനകത്തെ ഒരു കോശമാണ് നമ്മൾ. ആ കോശത്തെ അതിന്റെ ധർമ്മത്തോട് ചേർത്ത് നിർത്തുക. എന്റെ കരളിന്റെ കോശം എന്റെ ശരീരത്തിൽ വന്നു ചേരുന്ന ഭക്ഷ്യങ്ങളിലെ വിഷാംശങ്ങളെ മാറ്റി അതിനൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു അവയവമാണ്. അതിനുവേണ്ടിയാണ് കരൾ കോശം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കരൾ ചെയ്യേണ്ടുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശുചീകരണം നടത്തുക എന്നുള്ളതാണ്. അതേസമയം കരളിന്റെ ധർമ്മം ശ്രവണമല്ല. നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ എന്നാ പിന്നെ അതനുസരിച്ച് തുള്ളിച്ചാടാന്ന് പറയുന്നതല്ല കരളിന്റെ ധർമ്മം. അപ്പോ ഈ കരൾ ചെയ്യേണ്ടുന്നത് എന്താണോ അത് ശുചീകരണം നടത്തുക, ശുദ്ധീകരണം നടത്തുക എന്നുള്ളതാണ്. അതാണെങ്കിൽ അത് ചെയ്യുക എന്നുള്ള പണിയാണല്ലോ ചെയ്യേണ്ടത്.
അപ്പൊ ആ ചെയ്യുന്ന പണിയുണ്ടല്ലോ, ആ ചെയ്യേണ്ടുന്ന ധർമ്മം എന്ന് പറയുന്നത്, ആ ധർമ്മം എന്ന് പറയുന്നതിന് അത് നടക്കണമെങ്കിൽ അതിനൊരു ഒരു ഒരു ചലന പ്രേരണ വേണം. ഞാൻ ഒരു ധർമ്മം ചെയ്യണമെങ്കിൽ, ഞാനൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആ പ്രവൃത്തിക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള ധർമ്മപ്രേരണ വേണം. ധർമ്മപ്രേരണ എന്ന് പറഞ്ഞാൽ ഊർജമല്ല. ഊർജം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു വണ്ടി ഉണ്ട്, വണ്ടി ഓടാനായിട്ട് ഊർജം വേണം. ആ ഊർജം കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി ഓടും. അത് ഊർജം. വണ്ടി എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആംബുലൻസ് ആണെങ്കിൽ അത് രോഗികളെ കടത്താൻ വേണ്ടി ഉണ്ടാക്കില്ല. ട്രാക്ടർ ആണെങ്കിൽ കണ്ടൊഴുകാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ ആംബുലൻസിലും ട്രാക്ടറിലും നമുക്ക് ഡീസൽ ഒഴിക്കാം. പക്ഷെ ആംബുലൻസിന്റെ പണി ചെയ്യണമെങ്കിൽ അതിന് ധർമ്മപ്രേരണ വേണം. ഊർജം കൊടുത്താൽ പോരാ, ധർമ്മത്തിലേക്ക് തന്നെ അതിനെ നയിക്കണം. ആംബുലൻസ് എടുത്തിട്ട് കണ്ടത്തിൽ ഓടിക്കാൻ കഴിയില്ല, ട്രാക്ടർ എടുത്തിട്ട് രോഗികളെ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ആ ധർമ്മപ്രേരണ എന്ന് പറയുന്ന ആ ചലന പ്രേരണയാണ് ചൈതന്യം എന്ന് പറയുന്നത്. ചൈതന്യം. ഈ ചൈതന്യം എന്ന് പറയുന്നതിൽ പല രീതിയിലുള്ള ധർമ്മങ്ങൾ ചെയ്യാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. ഒന്ന്, നമ്മളെ നമ്മളായി നിർത്തുക എന്നുള്ളതാണ്. എന്റെ ശരീരവുമൊക്കെ, എന്റെ ശരീരപ്രവർത്തനങ്ങളെയൊക്കെ അങ്ങനെ തന്നെ നിർത്തുക. ഞാനായിരിക്കുക, അനന്യമായിരിക്കുക, മറ്റൊന്നാകാതിരിക്കുക എന്നുള്ള രീതിയിൽ എന്നെ അവിടെ തന്നെ നിർത്തുന്ന പരിപാടിയാണ് അവിടെ ഈ ചൈതന്യത്തിന്റെ ആദ്യ സ്വഭാവം. ആ ആദ്യ സ്വഭാവത്തെ നമ്മൾ പശ്ചിമ എന്നാണ് വിളിക്കുക. പശ്ചിമ. ഞാൻ എവിടെ നിൽക്കുന്നോ, എന്തിൽ നിൽക്കുന്നോ, എന്തിനോടൊക്കെ ആയിരിക്കുന്നു അതിനോട് ഒട്ടി നിൽക്കുക. എന്റെ സ്ഥലമാണെങ്കിൽ എന്റെ സ്ഥലം വിടാതിരിക്കുക. എന്റെ ശരീരമുണ്ടെങ്കിൽ ശരീരത്തിൽ തന്നെ ആയിരിക്കുക. ഞാനൊരു കാര്യം ശീലിച്ചിട്ട് ഞാൻ ശീലത്തിൽ തന്നെ ആയിരിക്കുക എന്ന്. സത്യത്തിൽ അത് ജഡ സ്വഭാവമാണ്. ഭൂമിതത്വമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം. ഭൂമിതത്വം. അടുത്ത ഒരു ചൈതന്യമുണ്ട്, രണ്ടാമതൊരു ചൈതന്യമുണ്ട്. രണ്ടാമത്തെ ചൈതന്യത്തിന്റെ സ്വഭാവം ഇത് ജലതത്വമാണ്. ജലത്തിന്റെ സ്വഭാവം എന്താണ്? ഏത് പാത്രത്തിലാണോ പാത്രത്തിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇളക്കമുള്ളതാണ്. ഈ പശിമയുള്ള എന്റെ ആ പ്രാഥമിക രൂപമുണ്ടല്ലോ, ആ രൂപത്തിലായിരിക്കുക എന്നുള്ള എന്റെ സ്വത്വം, ആ സ്വത്വം പറഞ്ഞിട്ടുള്ള ധർമ്മത്തിലായിരിക്കുക. ധർമ്മത്തോട് ചേർന്ന് നിൽക്കുക. ധർമ്മത്തോട് ചേർന്ന് നിൽക്കുക എന്ന് വെച്ചാൽ ധർമ്മത്തിൽ തന്നെ ആയിരിക്കുക എന്നുള്ള, ധർമ്മത്തോട് ചേർന്ന് നിൽക്കുക. അപ്പൊ ഞാനിവിടെ ജഡാവസ്ഥയിൽ എന്റെ ശരീരം എന്നുള്ളൊരു അവസ്ഥയുണ്ടെങ്കിൽ ആ ശരീരത്തിന് ചലനം ചേരുന്ന ചലസ്ഥിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഇളക്കം എനിക്ക് തരിക. ആ ജഡമായിട്ടുള്ളതിനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് പ്രേരണ നൽകുന്നതിനെയാണ്, അതിനോട് ചേർത്ത് നിർത്താൻ പ്രേരണ നൽകുന്നതിനെയാണ് നമ്മൾ ഗുരുത്വം എന്ന് പറയുക. അപ്പൊ പശ്ചിമ ഗുരുത്വം. മൂന്നാമത്, ഈ ഗുരുത്വം ഉള്ള ഒന്ന് ഗുരുത്വപ്പെട്ട് അവിടെ നിന്നാൽ മതിയോ? ജീവിതം മുമ്പോട്ട് പോകണ്ടേ? ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ള വികാസം ഉണ്ടാകണം. വികാസം ഉണ്ടാകും. അപ്പോ വികാസ തത്വം, ആ വികാസ തത്വത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ വായുതത്വം എന്ന് പറയും. വായുതത്വം എന്തിനേയും ചലിപ്പിക്കുന്ന, എന്തിനേയും വികസിപ്പിക്കുന്ന, എന്തിനേയും ഊതി വീർപ്പിക്കുന്ന ഒന്നാണ് വായുതത്വം എന്ന് പറയുന്നത്. അപ്പൊ വായുതത്വം കൊണ്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചലനത്തിന്റെ ഒരു സ്വഭാവം കിട്ടും. ധർമ്മം ചെയ്യുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് ചലനത്തിന്റെ ഒരു സ്വഭാവം കിട്ടും. ചലന സ്വഭാവം. ഈ ചലന സ്വഭാവത്തിലൂടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്ത് ചലിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ പ്രകൃതിയിൽ നിന്നും ഫലം സ്വീകരിക്കുകയും പ്രകൃതിയോട് ഇടപെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകേണ്ടി വരും. അതിനു വേണ്ടിയുള്ള ഒരു ചൈതന്യമുണ്ട്. അത് അഗ്നിഭാവമുള്ളതാണ്. ആ അഗ്നിഭാവമുള്ള ആ ഒരു ചൈതന്യത്തെയാണ് നമ്മൾ അർത്ഥന എന്ന് പറയുക. അർത്ഥന. നമ്മൾ അർത്ഥിക്കുന്നതെന്തോ ആ അർത്ഥിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ജീവികളിൽ, സാധാരണ ജൈവ സ്വഭാവമുള്ള ജീവികളിലാണ് കാണുക. അതിനുമപ്പുറത്തേക്ക് നമ്മൾ പുറം ലോകത്തേക്ക് നമ്മളിൽ നിന്നുള്ളത് കൊടുക്കുന്ന ഒരു പ്രഭാവമുണ്ട്, ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തെയാണ് നമ്മൾ പ്രഭാവം എന്ന് പറയുക. അപ്പോ പശ്ചിമ, ഗുരുത്വം, വികാസം, അർത്ഥന, പ്രഭാവം അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന ഒന്ന്, ആ രൂപത്തെ നമുക്ക് കണക്കാക്കാം. ഇന്ന് 5 തരം ചൈതന്യങ്ങൾ. ഈ 5 തരം ചൈതന്യങ്ങളിൽ ആദ്യം നമ്മുടെ ശരീരമായിരിക്കണമെങ്കിൽ, ഭൂമിതത്വത്തിൽ നമ്മൾ ആയിരിക്കണമെങ്കിൽ അത് ഒട്ടിച്ചു നിർത്തണം. അതിനോട് ചേർന്നിരിക്കണം. നമ്മളിപ്പോ ഒരു പമ്പരം നോക്കുക. പമ്പരം, ഈ പമ്പരം എന്നുള്ളത് ഭൂമിയിൽ നമ്മൾ വെച്ചിരിക്കുന്നു. ഭൂമിയിൽ ഒട്ടി നിൽക്കുന്നതല്ല അത്.
ഭൂമിയോട് ചേർന്ന് അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. ആ കിടക്കുന്ന ആ ഒരു പമ്പരത്തിന് നമ്മൾ ഒരു ചലനം കൊടുക്കുന്നു. ചലനം കൊടുത്ത് അത് തിരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഭൂമിയിൽ നിന്നും തിരിച്ച് ഭൂമിയുടെ എതിർദിശയിൽ തല ഉയർത്തി നിൽക്കും. അപ്പോ പമ്പരം ചലനാത്മകമായി, പൂർണ്ണമായും ചലനാത്മകമായി. ചലനാത്മകമായിരിക്കുന്ന സമയത്ത് ഭൂമിക്ക് എതിർദിശയിൽ ആന്റി ഗ്രാവിറ്റി കാണിച്ചുകൊണ്ട് നേരെ എതിർദിശയിൽ തല ഉയർത്തി നിൽക്കും. എന്നിട്ട് പമ്പരം ഭൂമിയിൽ നിന്ന് ദൂരത്തേക്ക് പോകും, തെറിച്ചു പോകും? ഇല്ല. ആ ഭ്രമണവേഗം കൊണ്ട് തലയുയർത്തി നിൽക്കും. ആ തലയുയർത്തി നിൽപ്പിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ജൈവത എന്ന് പറയുന്നത്. തലയുയർത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ജൈവത എന്ന് പറയുന്നത്. ഈ പ്രഭാവം എന്ന് പറഞ്ഞല്ലോ, പ്രഭാവ ചൈതന്യം എന്ന് പറഞ്ഞത്. പ്രഭാവ ചൈതന്യം ഉണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് തെറിച്ചു പോകണം. ഫോട്ടോണിക് ആണ്. ഫോട്ടോൺ എന്ന് വെച്ചാൽ അറിയില്ലേ, ലൈറ്റിൽ നിന്നും ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന ആ കിരണങ്ങളെയാണ് നമ്മൾ ഫോട്ടോണുകൾ എന്ന് പറയാം. ഫോട്ടോണുകൾ അവിടെ നിന്ന് തെറിച്ചു പോകുന്നതാണ്. അപ്പൊ ആ തെറിച്ചു പോകുന്നില്ല, ഭൂമിയിൽ നിന്നും തലയുയർത്തി നിൽക്കുന്നു. തലയുയർത്തി നിൽക്കുമ്പോൾ ചലനാത്മകമാണ്. തലയുയർത്തി നിൽക്കണമെങ്കിൽ ചലനാത്മകമാകണം. ചലനാത്മകമായി നിൽക്കാൻ ആ ജൈവതയോടുകൂടി ചലിക്കണമെങ്കിൽ ആ തലയുയർത്തി നിൽക്കാൻ പാകത്തിലുള്ള ആ ചലന സ്വഭാവം, വികാസ സ്വഭാവം വേണം. അതിലേക്ക് പിടിച്ചു വലിക്കാൻ പാകത്തിലുള്ള ജ്ഞാനം ഉണ്ടായിരിക്കണം. ആ ജ്ഞാനം എന്ന് പറയുന്ന അഗ്നിഭാവമാണ്. അപ്പോ ഗുരു എന്ന് പറയുന്നത് ഇതിൽ എവിടെയാണ് കിടക്കുന്നത്? ഞാൻ അതിലേക്കാണ് വരുന്നത്. ഗുരുത്വം എന്ന് പറയുന്നത് നമ്മൾ ധർമ്മത്തിലേക്ക് ചേർത്ത് നിർത്തും. ഇനി ഗുരു നമുക്ക് നൽകുന്ന വിദ്യ, ഗുരുവിനോടുള്ള നമുക്കുള്ള ഇഷ്ടം, ഗുരുവിനോടുള്ള ആദരം, അതാണ് നമ്മൾ ഗുരുത്വത്തോട് ചേർത്ത് നിർത്തുന്നത്. ഇനി ഗുരു എന്നുള്ള ആ വ്യക്തി അല്ലെങ്കിൽ ആ തത്വം അത് നമുക്ക് നൽകുന്നത് ഒരു വിദ്യയാണ്. എന്തോ വിദ്യ, ജീവിക്കാനുള്ള ഒരു വിദ്യ. ആ വിദ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് ചലിക്കാൻ പറ്റും. ചലനം കൊണ്ട് എങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്, എവിടേക്കാണ് തലയുയർത്തി നിൽക്കേണ്ടത്, എങ്ങനെയാണ് തലയുയർത്തി നിൽക്കേണ്ടത് എന്നുള്ളതിന് നമുക്ക് വേണ്ടത് ജ്ഞാനമാണ്. ആ ജ്ഞാനം അഗ്നിഭാവം നമുക്ക് തരികയും ചെയ്യും. ഇങ്ങനെ 3 മണ്ഡലങ്ങളിലുമായിട്ട് നമ്മെ ചൈതന്യവത്താക്കി മാറ്റുന്നതെന്തോ അതിനെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. ഗുരു ഒരു വ്യക്തിയല്ല, തത്വമാണ്. തത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഗോരിതം. ആൽഗോരിതം അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് നിർദ്ധരണി എന്ന് പറയും. നമ്മെ നമ്മുടെ ഡൈനാമിസത്തിലേക്ക്, ജീവിതത്തിന്റെ ഡൈനാമിസത്തിലേക്ക് ഉയർത്തി നിർത്തുന്ന ആ ഒന്നിനെയാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരുഹുഡ്, ഗുരുത്വം എന്ന് പറയുന്നത്. ഗുരുത്വം നമുക്കുള്ള ഗുരുത്വമുണ്ട്, ഗുരുത്വശേഷിയുള്ളവരുണ്ട്. ആ ഗുരുത്വശേഷിയുള്ളവരെയാണ് നമ്മളിവിടെ പറഞ്ഞത് ആ ഗുരുത്വം എന്ന്. അതിനെയാണ് നമ്മൾ ഗുരു എന്ന പേരിട്ട് വിളിക്കുന്നത്. അതിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഒരു വ്യക്തി എന്ന രീതിയിൽ വെളിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇതെല്ലാം ഉണർത്തിയെടുക്കുന്ന ആ ഒന്ന്. ഈ പമ്പരത്തെ കറക്കുന്നത് ചാട്ടയാണ്. കറങ്ങി കഴിയുമ്പോൾ ചാട്ട പിന്നെ വെളിയിലായി. കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പമ്പരത്തിന്റെ ആധാരമാകുന്ന ആ എന്താ പറയാ, ആ ചാക്രിക ചലനത്തിന് ആധാരമാകുന്ന ഒരു കേന്ദ്രമുണ്ട് അതിനകത്ത്. അതിന്റെ ഒരു മർമ്മമുണ്ട്. ആ മർമ്മത്തെ ആധാരമാക്കിയിട്ടാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കാര്യഗുരു എന്ന് പറയുന്നത്. ആദ്യം ഇതിനെ ഇട്ട് കറക്കിയത് ചാട്ടയാണ്. ചാട്ടയുടെ റോള് കഴിഞ്ഞപ്പോൾ ചാട്ട മാറി. പക്ഷെ ഇതിന് ആധാരമാകുന്നത് കാര്യഗുരു. ഈ കാര്യഗുരു എന്നുള്ളത് നമ്മുടെ അകത്താണ്. ഈ കാര്യഗുരുവിനെ ചലിപ്പിക്കാൻ പ്രേരണയാകുന്ന പ്രാഥമികമായിട്ടുള്ള ഗുരുത്വം, അതിന്റെ ചലനാത്മകത, അതെങ്ങോട്ടേക്ക് ചലിക്കുമ്പോൾ അതെങ്ങോട്ടേക്ക് പോകണമെന്നുള്ള തീരുമാനം, അതിനു വേണ്ടുന്ന ജ്ഞാനം, ഇത് നൽകുന്ന ആ പൊതു സംവിധാനത്തെ, അതിന്റെ ആൽഗരിതത്തെ, അതിന്റെ ബ്ലൂ പ്രിന്റിനെ ആണ് നമ്മൾ ഗുരുതത്വം എന്ന് പറയുക. അത് നടപ്പിലാക്കാനായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നെത്തുന്ന വ്യക്തിരൂപനാണ് ഗുരു. അപ്പോ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആ ഗുരു നമുക്ക് ഈ വർഷം എന്ത് കോഴ്സ് എടുക്കാം, ഇനി ഞാൻ എന്ത് പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ കോഴ്സുകളുടെ കാലമാണല്ലോ. അങ്ങനെയുള്ളവർക്ക് ഈ കോളേജിൽ പോകണോ ആ കോളേജിൽ പോകണോ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടല്ലോ. അവിടെ ഇത് തീരുമാനിക്കുന്നത്, പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് വേറെ ഏതൊരു വ്യവസ്ഥയാണ്. അവിടെ ആര് പഠിപ്പിക്കണം തീരുമാനിക്കുന്നതും വേറെ ഏതൊക്കെയോ വ്യവസ്ഥയാണ്. സത്യത്തിൽ അവിടെ ശിഷ്യനും ഗുരുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതൊരു മെക്കാനിസമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രകൃതി നമ്മെ ഒരിടത്തേക്ക് എത്തിക്കണമെങ്കിൽ, ഈ ഗുരുതത്വം പ്രവർത്തിക്കണമെങ്കിൽ, അതിനായി നിയോഗിക്കപ്പെടുന്ന ഗുരു
തന്നെയാണ് ശിഷ്യനെ കണ്ടെത്തുക. ഗുരുവാണ് ശിഷ്യനെ കണ്ടെത്തുക. ഗുരുവിന്റെ മുന്നിലേക്ക് ശിഷ്യൻ ഒഴുകിയെത്തുകയാണ് ചെയ്യുക. യഥാർത്ഥ ഗുരുവിന്റെ പക്കലേക്ക് യഥാർത്ഥ ശിഷ്യൻ ഒഴുകിയെത്തുകയാണ് ചെയ്യുക. അത് ആരുടെയും സ്വാധീനം ഉണ്ടാവില്ല. ഇയാളുടെ യുക്തിയുടെയോ അയാളുടെ യുക്തിയുടെയോ ഒന്നും സ്വാധീനം ഉണ്ടാവില്ല. ഇങ്ങനെ ഒഴുകിയെത്തും. അങ്ങനെ ഒഴുകിയെത്തിയ ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ട് എനിക്കിത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതാണ് ഗുരുതത്വം എന്ന് പറയുന്നത്. ഈ ഗുരുതത്വത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് എപ്പോഴും കഴിയാറുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ പോസ്റ്റിലെ ചോദ്യം. ഗുരുവിങ്കൽ ചേർന്നിരിക്കാൻ നിങ്ങൾക്ക് എപ്പോഴും കഴിയാറുണ്ടോ എന്ന് വെച്ചാൽ ഗുരുതത്വത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയാറുണ്ട്. ഈ ഗുരുതത്വം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മത്തിലേക്ക് നമ്മെ നയിക്കാൻ നമുക്ക് കിട്ടുന്ന ജീവിതത്തിന്റെ ആൽഗോരിതമാണ്. ആ ആൽഗോരിതത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം നമ്മളെ നിയന്ത്രിക്കുന്നത് ആരാണ്? വ്യവസ്ഥകളാണ്. ഇവിടെ ചുറ്റുപാടുമുള്ള വ്യവസ്ഥകൾ, എഡ്യൂക്കേഷണൽ സിസ്റ്റം, ജോബ് സിസ്റ്റം, കൺസ്യൂമറിസ്റ്റിക് സിസ്റ്റം, പിന്നെ ട്രെൻഡുകളുടെ സിസ്റ്റം, ഇങ്ങനെ പലതരം സിസ്റ്റം നമ്മളെ സ്വാധീനിക്കുന്നു. അവയുടെയൊക്കെ സ്വാധീനത്തിൽപ്പെട്ട് നമ്മൾ ഇങ്ങനെ കറങ്ങി പോകണം. എങ്ങോട്ടാ കറങ്ങുന്നത് നമുക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് രൂപം നൽകിയിട്ടുള്ള പ്രകൃതി, നമ്മെ ജനിപ്പിച്ച പ്രകൃതി, നമ്മളെ ഷേപ്പ് ചെയ്ത പ്രകൃതി നമ്മൾ കൃത്യമായിട്ടൊരു ധർമ്മം കൊണ്ടാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആ ധർമ്മത്തിലേക്ക് എത്തിക്കാൻ നമുക്കൊരു പ്രവണത, പ്രേരണ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ പ്രേരണ ഉള്ളിലേക്ക് ജനിപ്പിക്കുന്നവൻ, ആ പ്രേരണയിലേക്ക് നയിക്കുന്നവൻ, നയിക്കാനുള്ളത് പറഞ്ഞു തരുന്നവൻ, അവനാണല്ലോ ഗുരു. ആ ഒരു മാർഗത്തിലേക്ക് നമുക്ക് ചലിക്കാൻ, അതിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? ഇപ്പോ എന്റെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞ് തൊട്ടിയിൽ കിടന്നുറങ്ങുകയാണ്. വീട്ടിലുള്ളവരൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോയിരിക്കുന്നു. കുഞ്ഞിന്റെ അമ്മയും പോയിരിക്കുന്നു. എന്നെയാണ് കുഞ്ഞിനെ നോക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളത്. കുഞ്ഞ് അവിടെ കിടക്കുന്നു, ഞാനിവിടെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നു. ടിവിയിലെ രസകരമായിട്ടുള്ള ഒരു സിനിമ കണ്ട് ഞാൻ അതിനകത്ത് വ്യാപൃതനായി പോയാൽ പിന്നെ ഈ കുഞ്ഞ് അവിടെ കരഞ്ഞാലോ, കുഞ്ഞ് തൊട്ടിക്ക് തപ്പിയിട്ടാലോ, മൂത്രമൊഴിച്ചാലോ, കുഞ്ഞിന് എന്തെങ്കിലും ഒരു ആവശ്യപ്പെട്ടാലോ, കുഞ്ഞിന്റെ അടുത്തേക്ക് വേറെ ഏതെങ്കിലും ജീവികളോ അല്ല വന്നു കയറിയാലോ ഒന്നും ഞാൻ അറിയില്ല. കാരണം ഞാനിവിടെ സിനിമയുടെ മൂഡിലാണ്. കൺസ്യൂമറിസമായിട്ട് ചേർത്ത് വായിച്ചാൽ മതി ഈ സിനിമ എന്ന് പറയുന്നത്. അതേസമയം ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യം ചെയ്താലും എന്റെ ശ്രദ്ധ പൂർണ്ണമായിട്ട് കുഞ്ഞിന്റെ അടുത്തുണ്ടെങ്കിൽ, അവിടെ കുഞ്ഞ് കിടക്കുന്നുണ്ട്, കുഞ്ഞിന് അനക്കമുണ്ടോ? എനിക്ക് മോളുണ്ടായി കഴിഞ്ഞപ്പോ എന്താ പറയാ, ഞാനൊന്ന് അനങ്ങിയാൽ അവളുടെ മേലെ ഞാനും തട്ടിയാലോ എന്ന് പറഞ്ഞു ഞാൻ അവളുടെ അടുത്ത് നിന്ന് മാറിക്കിടന്നത്. അവളോട് ഇഷ്ടമല്ലാണ്ടല്ലോ, അവളെ കരുതിയിട്ട് അവളൊന്ന് അനങ്ങിയാൽ ഞാൻ ഉണരും. അപ്പൊ ഈ വിധത്തിൽ നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ സുരക്ഷിതരാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റൂ. നമ്മൾ സുരക്ഷിതരല്ല, അവര് സുരക്ഷിതരാണ് എന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ തനിയെ നടക്കാനാകണം. അത് നടക്കാനാകുന്നത് വരെ നമ്മൾ അതിന്റെ മുകളിൽ ഒരു അറ്റൻഷൻ സൂക്ഷിക്കും. സ്വന്തമായിട്ട് മക്കളുണ്ടാവില്ല, സ്വന്തമായിട്ട് കെയർ ചെയ്യാൻ എന്തെങ്കിലും ഉള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് ഇത് പിടികിട്ടില്ല. അപ്പോ അങ്ങനെ ഒരാൾക്ക്, നമ്മൾക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ ആ ഒരു മണ്ഡലത്തിൽ വേണ്ടുന്ന ഒരു ശ്രദ്ധ നമുക്കുണ്ടാകുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുപോലെ നമുക്കൊരു ധർമ്മബോധ്യമുണ്ടോ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്? ഇപ്പൊ കുഞ്ഞിനെ നോക്കുന്നത് എന്റെ ധർമ്മമാണെങ്കിൽ ആ ധർമ്മത്തിന്റെ മുകളിൽ എനിക്കുള്ള ഒരു ഓർമ്മ, ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു ഓർമ്മ. മറ്റേ എന്റെ കളരി ഗുരു ബാലേട്ടൻ പറയാറുണ്ടായിരുന്നു, ഒറ്റയിൽ പയറ്റിയവൻ ഉറക്കത്തിലും ഞെട്ടുന്നു. എന്നുവെച്ചാൽ ഉറങ്ങിക്കിടക്കുമ്പോഴും അവിടെ ഒരു ചലനമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയും. അത്രയും ഒരു ഉണർന്നിരിക്കുന്ന, നിദ്രയിൽ ജാഗ്രതയിലായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ രീതിയിൽ ഗുരു നമുക്ക് പകർന്നു തന്ന ധർമ്മത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഗുരു പകർന്നു തന്ന ധർമ്മത്തോട് ചേർന്ന് നിൽക്കാൻ നിദ്രയിലും നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് സത്യത്തിൽ മറ്റു പലതിലേക്ക് ചെല്ലാൻ പോലും പറ്റില്ല. ഉണ്ടാവില്ലല്ലോ. ജോലിക്ക് പോകുന്നവരല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ വേറെ പണികൾ കാണിക്കുന്നവരല്ലേ, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിത്യവും ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ 2 തവണയെങ്കിലും നമ്മൾ ആ ഗുരുപക്ഷത്തേക്ക് ചേർന്ന് നിൽക്കുക. അതിനാണ് ഇവിടെ സാധനകൾ ഉണ്ടായിട്ടുള്ളത്, പ്രാർത്ഥനകൾ ഉണ്ടായിട്ടുള്ളത്.
ഈ മതങ്ങളെല്ലാം പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ ആ ഗുരുപക്ഷത്തേക്ക്, ഗുരുധാരയിലേക്ക്, ഗുരുധർമ്മത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്താൻ വേണ്ടി നമ്മളെ ഓർമ്മിപ്പിക്കലാണ്. 5 നേരം നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ റിമൈൻഡറാണ്. നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ അവിടെ തന്നെ ആയിരിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ വേറെ പണിക്ക് പോകും. പക്ഷെ ചിലരുണ്ട്, എവിടെ പോയാലും നമ്മൾ അതിനകത്തേക്ക് ചെന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെന്നിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ഓർമ്മിപ്പിക്കാൻ, അതിലേക്കായിരിക്കാൻ തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു ഏറ്റവും നല്ല ദിവസം, അങ്ങനെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഏറ്റവും നല്ല ദിവസം ഈ ആഷാഢ ദിനത്തിലെ പൂർണിമയാണ്, ആഷാഢമാസത്തിലെ പൂർണിമയാണ്. ഈ പൂർണിമയ്ക്ക് എന്താണ് പ്രത്യേകത? പൗർണമി എന്ന് പറയുന്നത് ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്ന സമയമാണ്. ചന്ദ്രിക കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, വളരെ കാൽപ്പനികമാണ്, റൊമാൻറ്റിക് ആണ്. കവികൾക്കൊക്കെ ചന്ദ്രിക ഒരു വലിയ ഒരു അവസ്ഥയാണ്, അല്ലെ? അവർ വല്ലാത്ത അനുഭൂതിയിലൊക്കെ കൊണ്ടെത്തിക്കും. ചന്ദ്രിക എന്ന് പറയുന്നത് ഈ രാത്രിഞ്ചരന്മാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കക്കാപോടവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം രാത്രി യാത്ര ഇഷ്ടമുള്ള സാധാരണ നല്ല ആളുകളെ സംബന്ധിച്ചാലും ചന്ദ്രിക ഭയങ്കര, കാരണം രാത്രിയാണ്, പക്ഷെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, ലൈറ്റിന്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഈ കടൽ തീരത്ത് ജീവിക്കുന്നവർക്ക് ചന്ദ്രികയെ ഇത്തിരി പേടിയാണ്, കാരണം ആ സമയത്ത് വേലിയേറ്റുണ്ടാവും. കടലിന്റെ സൈസ് അറിയാലോ, ഇത്ര വലിയതാണ് കടൽ. ആ കടലിൽ കിടക്കുന്ന വെള്ളത്തെ പിടിച്ചങ്ങ് പൊക്കും ഈ ചന്ദ്രിക. കടലിൽ കിടക്കുന്ന വെള്ളത്തിനെ, ഭൂമിയിൽ കിടക്കുന്ന വെള്ളത്തിനെ എത്രയോ അടി പൊക്കത്തിലേക്ക് ഉയർത്താൻ പ്രാപ്തിയുള്ളതാണ് ഈ ചന്ദ്രിക എന്ന് പറയുമ്പോൾ, ശാസ്ത്രം പഠിച്ച് നിങ്ങൾക്കറിയാം ചന്ദ്രന്റെ ആകർഷണം കൊണ്ടാണ് വെള്ളം ഉയരുന്നത് എന്ന്. എന്നിട്ട് നമ്മൾ പറയും ചന്ദ്രൻ മൂലം ചന്ദ്രന്റെ സ്വാധീനം മൂലം നമുക്കൊരു കാര്യം വരുന്നു എന്ന് പറഞ്ഞാൽ അത് അശാസ്ത്രീയമാണെന്ന്. തൽക്കാലം ആ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഇതിന്റെ ശാസ്ത്രീയത നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ചന്ദ്രന്റെ സ്വാധീനം കൊണ്ട് വെള്ളം ഉയരും എന്നുള്ളത് നിങ്ങൾക്കറിയാം. കടലിൽ കിടക്കുന്ന ഇത്രയും ഭാരമുള്ള വെള്ളം ഉയരുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന വെള്ളത്തിന് ഇപ്പൊ ഒന്നും സ്വാധീനം ഉണ്ടാവില്ല. നിങ്ങളുടെ ശരീരത്തിൽ 70% വെള്ളമാണ്, ജലരൂപത്തിലുള്ള ദ്രാവകങ്ങളാണ് ശരീരത്തിലുള്ളത്. ഇവയെല്ലാം ഉണരും. ചന്ദ്രിക അതിന്റെ പൂർണ്ണരൂപത്തിലായിരിക്കുമ്പോൾ, ചന്ദ്രൻ അതിന്റെ പൂർണ്ണ സ്വരൂപം കാണിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജലതത്വം ഉണരുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ വികാരങ്ങൾ ഉണരും. അതുകൊണ്ടാണ് കവികൾക്ക് ആ സമയത്ത് നല്ല കവിതകൾ വരുന്നത്. നിങ്ങളുടെ ഭ്രമകൽപ്പനകൾ ഉണരും, മനോവ്യാപാരങ്ങൾ ഉണരും. നിങ്ങളുടെ ശരീരത്തിൽ ഊറിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഉണരും. അതുകൊണ്ടാണ് രോഗം ഉണ്ടാവുന്ന സമയത്ത്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഇവയെല്ലാം ഇളകി പറഞ്ഞു വരുന്നതുകൊണ്ടാണ് നമുക്ക് രോഗം ഉണ്ടാവുന്നത്. ആ സമയത്ത് രോഗങ്ങൾ, എന്ത് രോഗം ഉണ്ടെങ്കിലും അത് അതിന്റെ പീക്കിലേക്ക് പോകുന്നത് ആ പൗർണമിയുടെ സമയത്താണ്. അതുപോലെ തന്നെ ലുനാറ്റിക് ആയിട്ടുള്ള നമ്മളെ ഒരു എന്താ പറയാ, ചിത്തത്തിന് സാധാരണ ക്രമത്തിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകളുടെ ഏറ്റവും കൂടുതൽ ഇളക്കം തട്ടുന്ന സമയമാണ്. എന്താ, നിനക്ക് വല്ല ഇളക്കം ഉണ്ടോ എന്ന് ചോദിക്കില്ല. ആ ഇളക്കം ഉണ്ടാക്കുന്ന സമയം ഈ പൗർണമിയാണ്. അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് പൗർണമിയിലാണ്. മനോവ്യാപാരങ്ങൾ ഏറ്റവും കൂടുന്നത് പൗർണമി കാലത്ത്. ഈ ഇളകിപ്പറഞ്ഞ് നിൽക്കുന്ന ഇടത്താണല്ലോ നമ്മൾ സാധാരണ വിത്തിടുക, അല്ലെ? ചെടികൾ മുളയ്ക്കാനായിട്ട് വിത്തുകൾ ഇടുന്നത് അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ്. ഭൂമിയൊക്കെ ഇളക്കി മറിച്ചിട്ട് അതിനകത്തേക്കാണ് വിത്തിടുക. അതും ആ സമയത്താ വിത്തിടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം അത് തന്നെയാണ്. അപ്പോ ഈ ചന്ദ്രിക അല്ലെങ്കിൽ പൂർണിമ എന്ന് പറയുന്ന പൗർണമിയുടെ ഒരു സമയം, പൗർണമിയുടെ സമയം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും എല്ലാം ഇളകി പറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് നമുക്ക് പലതരം സ്വാധീനങ്ങൾ ഉണ്ടാവും. മനസ്സ് ഇളകി പറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളുടെ എല്ലാത്തരം കുരുത്തക്കേടുകളും കാണിക്കാൻ നമുക്ക് തോന്നും. ആ സമയത്ത് നമ്മളെ കൃത്യമായ ഒരു ഇടത്തേക്ക് ചേർത്ത് നിർത്തി ആ സമയത്ത് ഉണർന്നിരിക്കുന്ന എല്ലാം ഇളകി പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജ്ഞാനം, സിദ്ധി
വിദ്യയിലൂടെ, ജപത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് പൗർണമിയിൽ നിങ്ങൾ മറ്റു വഴികൾക്ക് പോകുന്നതിന് പകരം ഗുരുവിങ്കൽ അല്ലെങ്കിൽ സാധനകൾക്കകത്തായിരിക്കണം എന്ന് പറയും. അതുകൊണ്ട് എല്ലാ മതങ്ങളും, എന്റെ അറിവനുസരിച്ചിട്ടോ, ഈ ഭാരത സമ്പ്രദായത്തിനനുസരിച്ച് ഇവിടെയുള്ള എല്ലാ മതങ്ങളും ഈ പൗർണമിയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ സാധനകൾ ചെയ്യും, പ്രത്യേകിച്ചും ജപങ്ങളൊക്കെ ചെയ്യും. ഗുരുവിങ്കലായിരിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ആരാധനാലയത്തിലായിരിക്കാൻ ശ്രമിക്കും, ഈശ്വരപക്ഷത്തായിരിക്കാൻ ശ്രമിക്കും. അങ്ങനെയായിരിക്കുമ്പോൾ ഈ ചിന്തകൾ ഇങ്ങനെ ചിതറി പോകുന്നത് ഒഴിവായിട്ട് ചേർന്നിരിക്കാനുള്ള ആ ഒരു അവസ്ഥ വരും. ആ സമയത്ത് നമ്മൾ അനുഷ്ഠിക്കുന്ന ജപം, വിദ്യകൾ, ആ സമയത്ത് നമ്മൾ സ്വീകരിക്കുന്ന ജ്ഞാനം എല്ലാം കൂടുതൽ ആഴത്തിലേക്ക് ചെന്നണം. കൂടുതൽ ആഴത്തിലേക്കല്ല, വളരെ ആഴത്തിലേക്ക് ചെന്നണം. ആപേക്ഷികമായി ആ സമയത്ത് കൂടുതൽ ഉണ്ടാവും എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ആ സമയത്ത് ഇളകി പറഞ്ഞു നിൽക്കണം. ആ സമയത്ത് ഉള്ളിലേക്ക്, നമ്മുടെ ഇളകി പറഞ്ഞിരിക്കുന്ന പാറ്റേണുകളിലേക്ക്, വഴക്കങ്ങളിലേക്ക്, ഈ ഒളിമ്പസിന്റെ മനസ്സിനെ കുറിച്ചുള്ള പാഠങ്ങൾ അറിയുന്നവർക്ക് വേണ്ടി പറയാം. നമ്മുടെ വഴക്കങ്ങൾ, ശിക്ഷിതാവബോധ തലത്തില് വഴക്കങ്ങളുള്ളവർക്ക്, അതായത് ഇന്റേണൽ ഫാക്കൽറ്റി തുറന്നിരിക്കുന്ന സമയത്ത് ആ ഫാക്കൽറ്റിക്ക് വേണ്ടുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഈ വഴക്കത്തിന് വേണ്ടത് എന്താണ്? അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളുടെ മെറ്റീരിയലുകൾ കൊടുത്തുകൊണ്ട് ആ വഴക്കത്തെ തഴക്കമാക്കി മാറ്റും. ആ തഴക്കമാക്കി മാറ്റലാണ് ഈ പൗർണമിയുടെ സമയത്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പൗർണമിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാവുന്നത്. ആ സമയത്ത് അനുചിതമായതെല്ലാം ഒഴിവാക്കാൻ പറയുന്നുണ്ട്. അനുചിതമായ ഭക്ഷണം, അനുചിതമായ പാനങ്ങള്, അനുചിതമായ കർമ്മങ്ങള് ഒക്കെ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട്. ഇപ്പോ ലൈംഗികത എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമല്ല, പക്ഷെ ലൈംഗികതയ്ക്ക് വിശ്രമം കൊടുത്തുകൊണ്ട് ആ സമയത്ത് കഠിനമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, പറ്റുമെങ്കിൽ ഉപവസിച്ചുകൊണ്ട് ആ ദിവസം കടന്നു പോകുവാനാണ് ഗുരുപക്ഷം നമ്മളെ പ്രേരിപ്പിക്കുന്നത്, നമുക്ക് ബോധ്യം തരുന്നത്. മിക്കവാറും ഇപ്പൊ ബുദ്ധമതത്തിലും സിദ്ധസമ്പ്രദായം അനുസരിച്ചൊക്കെ ആ സമയങ്ങളിൽ ഉപവാസമാണ് പതിവ്. സാധാരണക്കാർക്കിടയിൽ പോലും പറയുന്ന നാട്ടുനടപ്പനുസരിച്ച്, പഴയകാലം അനുസരിച്ച്, നാട്ടുനടപ്പനുസരിച്ച് മാംസവും മദ്യവും മൈഥുനവും ആ ദിവസം നിഷിദ്ധാണ്. അപ്പോ മനസ്സിലാക്കുക ആ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം. ആ ചന്ദ്രമണ്ഡലത്തിന്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ ഉള്ള സമയത്ത് അത് ഏറ്റവും എന്താ പറയാ, നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. ആ ബാധിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സാധനകളിലായിരിക്കുക, സാധനയിലൂടെ ഗുരുപക്ഷത്തായിരിക്കുക, ഗുരുധർമ്മത്തിലായിരിക്കുക, അവിടുന്ന് കിട്ടിയ വിദ്യ അഭ്യസിക്കുക, അവിടുന്ന് കിട്ടിയ ജ്ഞാനത്തിലൂടെ പോവുക, അതിൽ മാത്രമായിരിക്കുക എന്നുള്ളതാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിലേറ്റവും ഗുണകരമെന്ന് ഗുരുവിന് ബോധ്യമായ ഒരു ദിവസമാണ് ആദി പ്രാചീന മനുഷ്യർക്ക് ആദി ഗുരു പകർന്നു കൊടുത്തത്. ആദി ഷാമനുകൾക്ക്, അവിടെയുള്ള ഷർപ്പകൾക്കും ഒക്കെ ആ പകർന്നു കൊടുത്തത് ആ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ ഗുരുപൂർണിമ എന്നുള്ള ആ ഒരു ദിവസം തന്നെയാണ് ഇതിൽ ഏറ്റവും പീക്കായിട്ട് നമുക്ക് ജ്ഞാനസിദ്ധി നേടാനുള്ള, അനുഭവ ശേഷി നേടാനുള്ള, അനുഭൂതികൾ നേടാനുള്ള അവസരം. അതുകൊണ്ടാണ് ഗുരുപൂർണിമ എന്നുള്ളത് പ്രാധാന്യം വരുന്നത്. അല്ലാണ്ട് ലോകത്തെ ടീച്ചേഴ്സിനൊക്കെ ഗ്രീറ്റിംഗ് കാർഡ് അയച്ചുകൊണ്ട് നിങ്ങളെല്ലാം നന്നായിരിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു സ്ഥിരം ക്ലീഷ ഉണ്ടല്ലോ, ആ ക്ലീഷയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം അല്ല ഗുരുപൂർണിമ. നമ്മുടെ ആ ജ്ഞാന മണ്ഡലത്തെ തുറക്കാൻ, നമ്മുടെ എന്താ പറയുക, വിഭ്രംശങ്ങളെ, നമ്മുടെ വഴിമാറലുകളിൽ നിന്നും ഒതുക്കി മാറ്റി നമ്മളെ ജ്ഞാനത്തിലേക്ക്, നമ്മുടെ ധർമ്മത്തിലേക്ക്, വിദ്യയിലേക്ക്, നമുക്ക് പകർന്നു കിട്ടിയ വിദ്യ എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് കിട്ടിയ വിദ്യയല്ല, സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കിട്ടിയ വിദ്യയല്ല, ഗുരു പകർന്നു തന്ന വിദ്യയിലേക്ക് നമ്മളെ എത്തിച്ച് അതിലൂടെ ജ്ഞാനത്തിലേക്ക്, അതിലൂടെ ധർമ്മത്തിലേക്ക്, അതിലൂടെ മോക്ഷത്തിലേക്ക്, അതിലൂടെ കൈവല്യത്തിലേക്ക് ചെന്നെത്തിക്കാനുള്ള മാർഗമാണ് ഈ ഗുരുപൂർണിമയിലെ നമ്മുടെ സാധന എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കൃത്യമായി തുറന്നു വെച്ചിട്ടുള്ള ദിനമാണ് ഗുരുപൂർണിമ. അതുകൊണ്ടാണ് ഗുരുവിങ്കൽ നിത്യേന നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അന്നെങ്കിലും ചേർന്ന് നിൽക്കണമെന്ന് പറയുന്നത്. അതൊരു റിമൈൻഡറാണ്, പ്രകൃതി നൽകുന്ന ഒരു റിമൈൻഡറാണ്. പ്രകൃതി നമുക്ക് നൽകുന്ന പല റിമൈൻഡറുകളുണ്ട്. ഉറക്കം വരൽ ഒരു റിമൈൻഡറാണ്, ഉറങ്ങിക്കോ എന്ന് പറയുന്നത്. പ്രകൃതിയുടെ ഘടികാരത്തിനനുസരിച്ച് നമ്മുടെ ഘടികാരത്തെ ചേർത്തിണക്കാൻ വേണ്ടിയിട്ട്.
ശ്വാസോച്ഛ്വാസം എന്നുള്ളത് പ്രകൃതിയുടെ നൈമിഷികമായിട്ടുള്ള ഘടികാരത്തിനനുസരിച്ച് പോകാനുള്ള ഒരു പ്രോസസ്സാണ്. മെറ്റാബോളിസം എന്ന് പറയുന്നത്, ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സർക്കാരിയൻ ഋതത്തിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ആനുവൽ ഋതംസ് ഉണ്ട്, അതിനനുസരിച്ച് പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഉപരിവ്യവസ്ഥയുമായി ചേർന്ന് പോകുവാൻ വേണ്ടിയുള്ള ഭൗമ സംവിധാനവുമായിട്ട് അല്ലെങ്കിൽ പ്രാപഞ്ചിക സംവിധാനവുമായിട്ട് ചേർന്ന് പോകുവാൻ വേണ്ടി നമ്മളെ തുറന്നു വച്ചിട്ടുള്ള അവസരങ്ങളാണ്. അതിനാണ് ഈ ആചരണങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഉള്ള എല്ലാ ആചരണങ്ങളും, ഇപ്പോ നമ്മൾ 5 നേരം നിസ്കാരമാണെങ്കിൽ ശരി, ഒരു പ്രത്യേക സമയത്ത് പ്രാർത്ഥനയാണ്, രാവിലെയും വൈകിട്ടും പ്രാർത്ഥന, വിളക്ക് വയ്ക്കൽ എന്നൊക്കെ പറയുന്നത് പോലെ സമൂഹത്തിൽ ഉത്സവങ്ങളുണ്ട്. ഈ ഉത്സവങ്ങളും അതുപോലെ ഉണ്ടായിട്ടുള്ളത്. അപ്പോ പ്രകൃതിയുടെ ഘടികാരത്തിനൊത്ത് ചേർന്ന് പോകുവാൻ നമ്മൾ ചെയ്യുന്നതൊക്കെ സാധനകളാണ്. അത് ഉത്സവമാണെങ്കിൽ ശരി, വിളക്ക് കെട്ടുകളാണെങ്കിൽ ശരി, നിസ്കാരമാണെങ്കിൽ ശരി, പ്രാർത്ഥനയാണെങ്കിൽ ശരി, ഇതെല്ലാം സാധനകളാണ്. ആ സാധനയുടെ അളവ് നിങ്ങളിൽ കുറവാണെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ സാധനയുടെ വഴി ചെല്ലേണ്ടതുണ്ട്. ഈ മധുക്കരയിലെ സിമെന്റ് ഫാക്ടറിയിൽ എന്റെ ചെറിയച്ഛൻ കുറെ കാലം അവിടുത്തെ എഞ്ചിനീയറായിരുന്നു. അപ്പോ അവരുടെ വീടിന്റെ മുമ്പിൽ കൂടെയുള്ള റോഡുണ്ട്, അത് സിമെന്റ് ഫാക്ടറിയുടെ റോഡാ. പക്ഷെ വർഷത്തിൽ ഒരു ദിവസം അടച്ചിടും. കാരണം ഈ വഴി ആണ് സ്റ്റേറ്റ് ബസ്സുകളൊക്കെ പോകുന്നത്. വർഷം മുഴുവൻ തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ദേശസാൽക്കരിക്കപ്പെടും. അതുകൊണ്ട് ഒരു ദിവസം കമ്പനിയുടെ അധികാരപ്രകാരം അതവിടെ പൂട്ടിയിടും, വർഷത്തിലൊരിക്കൽ. മുഴുവനായിട്ട് കൊണ്ടുപോകണ്ട, ഇടയ്ക്ക് നമ്മുടെ കയ്യിലുണ്ടെന്ന്. അതുപോലെ ഗുരു മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു കാര്യം, ആ ഗുരുവിന്റെ റൂട്ടിലൂടെ പോകാൻ ഒരു ദിവസം, ആ ഒരു ദിവസമെങ്കിലും ഗുരുവിനൊപ്പം പോവുക എന്നുള്ളതാണ് സാധാരണ ജനത്തിനോട് പറയാനുള്ള ഒരു കാര്യം. ഇനി അതല്ല, ഈ പറയുന്ന പോലെ നിങ്ങൾ ഗുരുത്വത്തിലേക്ക്, ധർമ്മത്തിലേക്ക് പോകുവാനാണെങ്കിൽ ഈ വർഷത്തിലൊരിക്കൽ എന്നുള്ളത് മാസത്തിൽ ഒരിക്കലേക്ക് കൊണ്ടുവരിക. ആദ്യം എല്ലാ മാസവും പൗർണമിയുണ്ട്, പൗർണമിയിൽ നിങ്ങളുടെ സാധനകളിലേക്ക് പോകുക. ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ, ക്രിസ്ത്യാനിറ്റിയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ അലക്ക് പോലും പാടില്ല എന്നാ പറയുന്നത്, പള്ളിയിൽ പോകണം. അപ്പോ വെള്ളിയാഴ്ചകളിൽ ജുമാക്ക് പോകണം, നിർബന്ധമാണ്. ആ ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കണം. ആ സമയത്ത് മറ്റു പരിപാടികൾ പാടില്ല. അതുപോലെ മാസത്തിലൊരിക്കൽ പൗർണമിക്ക് നിങ്ങൾ നിങ്ങളുടെ സാധനകളിലേക്ക് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയും, സാധനയുണ്ടെങ്കിൽ. അതല്ല, കുറച്ചുകൂടെ അടുണ്ടെങ്കിൽ നിത്യസാധനയിലേക്ക് പോകണം. നിത്യസാധനം വെച്ചാൽ രാവിലെയും വൈകിട്ടുമാകും, അല്ലെങ്കിൽ ഏത് തരത്തിലോ നിങ്ങൾക്കറിയാവുന്ന വിദ്യ എന്തോ അതിനനുസരിച്ച്. അങ്ങനെയാണ് നിങ്ങൾ ആ ഗുരുത്വത്തോട് ചേർന്ന് നിൽക്കേണ്ടത്. ഞാൻ ഗുരുവിനോട് ചേർന്ന് നിൽക്കാന്നല്ല പറഞ്ഞത് കേട്ടോ, ഗുരുത്വത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. അത് പ്രകൃതി നമുക്ക് നൽകിയ ധർമ്മവ്യവസ്ഥയുടെ വഴിയിൽ ചേർന്ന് നിൽക്കുക. ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ? ഈ ധർമ്മവ്യവസ്ഥയെക്കുറിച്ചുള്ള ജ്ഞാനമാണ്, ധർമ്മവ്യവസ്ഥയിലേക്കുള്ള സൂചകമാണ്. അത് പറഞ്ഞു തരുന്നത് ആരാ? ആ തത്വമാണ് ഗുരു. ആ ഗുരുവിങ്കിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ള ഓർമ്മയും കൂടെ ഉണ്ടെങ്കിലും. ഇപ്പൊ സ്ക്രീനില് അഭിലാഷിന്റെ വീഡിയോ ഓഫായപ്പോ കാണുന്നത്, ഓഫ് ചെയ്തോ, അത് കാണുന്നത് എന്റെ ഗുരു മണിയേട്ടനെയാണ്. മണിയേട്ടന്റെ നെറ്റിയില്, അല്ലെങ്കിൽ അഭിലാഷിന്റെ നെറ്റിയിൽ മണിയേട്ടൻ നെറ്റി മുട്ടിക്കുന്നത്. ഇങ്ങനെ ഒരു ഗുരുരൂപം നമുക്കുണ്ടെങ്കിലോ, ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഗുരു അദ്ദേഹം തന്നെയാണ്. ഇങ്ങനെ ഒരു ഗുരുരൂപം നമുക്കുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ടൊരു ബിംബമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ധർമ്മം എന്നുള്ള വ്യവസ്ഥയുണ്ടല്ലോ, ജീവിത ധർമ്മത്തെക്കുറിച്ചുള്ള സങ്കല്പം അല്ലെങ്കിൽ അറിവ്, ആ അറിവിനുള്ള രൂപമാണ് മണിയേട്ടൻ. അറിവിനുള്ള നാദമാണ് മണിയേട്ടൻ. അറിവിനുള്ള ശ്രവണം അല്ലെങ്കിൽ എന്താ പറയാ, ആ കേൾവിയാണ്, അതിനുള്ള ശാസനമാണ്, അതിനുള്ള വഴിയാണ് മണിയേട്ടൻ. അപ്പോ ആ വഴിയെക്കുറിച്ച്, ആ ഗുരുവിന്റെ മുഖം നമ്മുടെ മുന്നിൽ എത്തുന്ന സമയത്ത് നമുക്കത് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആ വഴി മാറാതെ പോകാൻ കഴിയും. ഞങ്ങൾ ഈ നവഗോത്ര സമൂഹത്തിലെ ആളുകള് ഈ ഗുരുവന്ദനം ചെയ്യാറുണ്ട്. ഇത് സാധനയ്ക്ക് മുമ്പിലും ഈ സിദ്ധസാധന ചെയ്യുന്നവർ തന്നെ ആത്മനമസ്കാരം ചെയ്യാറുണ്ട്. ആത്മനമസ്കാരം ചെയ്യുന്നവർ ആത്മത്തെയാണ് നമസ്കരിക്കുന്നത്. ഞങ്ങൾ ഗുരുവന്ദനം ചെയ്യാറ്. ഈ ഗുരുവന്ദനം ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചഗുരുത്വങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കും. ആ സമയത്ത് 5 ശ്വാസങ്ങളിലായിട്ട് ആദ്യ ഗുരുത്വം എന്ന് പറയുന്നത് മാതാവിനോടാണ്, രണ്ടാമത്തെ ഗുരുത്വം എന്ന് പറയുന്നത് പിതാവിനോടാണ്, മൂന്നാമത്തെ ഗുരുത്വം എന്ന് പറയുന്നത് കുലഗുരുവിനോടാണ്, കുലാധിപനോടാണ്, നാലാമത്തെ ഗുരുത്വം എന്ന് പറയുന്നത് ഭൗമ ദേവതയോടാണ്, അഞ്ചാമത്തെ ഗുരുത്വം എന്ന് പറയുന്നത് ഈ ജ്ഞാനഗുരുവിനോടാണ്. അതായത് നമുക്ക്
വഴി കാണിച്ചു തന്നവൻ. അത് 100 പേരുണ്ടാവില്ല, ഒരാളെ ഉണ്ടാവുള്ളൂ. 100 പേരുണ്ടാവില്ല, രണ്ടാമതൊരു ഗുരു ഉണ്ടാവില്ല, ഒരു ഗുരുവേ ഉണ്ടാവുള്ളൂ. എന്റെ ബോധ്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് വേറെ ബോധ്യങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാം, അതിനെനിക്ക് യാതൊരു തർക്കവുമില്ല. എന്റെ ബോധ്യം അനുസരിച്ച് ഒരു ഗുരുവേ ഉണ്ടാവുള്ളൂ. ആ ഗുരുവാണ് നമുക്ക് ധർമ്മത്തിലേക്ക് കണക്ട് ചെയ്ത് തരിക. ആ ധർമ്മത്തിലേക്ക് കണക്ട് ചെയ്ത് ആ ഗുരുവിന്റെ ബിംബം നമ്മുടെ തലയിലുണ്ടെങ്കിൽ, നമ്മുടെ ഓരോ ശ്വാസത്തിലും നമുക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ധർമ്മപാതയിൽ തന്നെയാണ്. അപ്പോ ഗുരുവിങ്കിൽ ചേർന്നിരിക്കാൻ ഉള്ള വഴി വർഷത്തിലൊരിക്കൽ ഗുരുപൂർണിമയ്ക്ക് ഗുരുവിനെ കാണാൻ പോവുക, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ പൗർണമിക്ക് ഗുരുവെന്ന വിദ്യ അഭ്യസിക്കുക, അതല്ലെങ്കിൽ നിത്യാഭ്യാസം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ഗുരു പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, സദാഗതിയിലായിരിക്കുകയാണ്. സദാ ഗുരുവിന്റെ ബോധ്യത്തിലാണെങ്കിലും, ഗുരുധർമ്മ ബോധ്യത്തിലാണെങ്കിലും, ഗുരുധർമ്മ പാതയിലാണെങ്കിലും നമ്മൾ ധർമ്മത്തിൽ തന്നെയായിരിക്കും. നമ്മുടെ നിയോഗം നമ്മളെ ഏൽപ്പിച്ചതെന്തോ ആ നിയോഗത്തിൽ തന്നെയായിരിക്കും. ഇത് കൃത്യമായി മറ്റൊന്നിലേക്കും തിരിയാതെ ഓർമ്മിപ്പിക്കാനുള്ള ദിവസമാണ്, അത് ചർച്ച ചെയ്യാനുള്ള ദിവസമാണ് ഗുരുപൂർണിമ എന്നുള്ളത് കൊണ്ട് ഗുരുപൂർണിമ എടുത്തു പറയുന്നത് മാത്രം. നിത്യേന എപ്പോഴും ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. പക്ഷെ ഇതെല്ലാം തുറന്നിരിക്കുന്ന, പ്രകൃതിയിൽ ഏറ്റവും ഉയർന്ന അളവിൽ ജ്ഞാനസിദ്ധി കിട്ടാൻ പറ്റുന്ന, വിദ്യാഭ്യസിക്കാൻ പറ്റുന്ന, തുറന്നിരിക്കുന്ന, നമുക്ക് വിഭ്രംശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയങ്ങളിൽ അതിൽ നിന്നും എങ്ങും പോകാതെ തിരിച്ചിതിനകത്തേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം, ആ സമയത്തെ തന്നെയാണ് ആദിഗുരു ഈ വിദ്യയുടെ പകർച്ചയ്ക്കായിട്ട്, വിദ്യയുടെ അഭ്യസനത്തിനായിട്ട് ഏറ്റവും നന്നായി തെരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ഗുരുപൂർണിമയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ളത്. അപ്പോ ഇനിയെങ്കിലും ഈ ആഷാഢ ദിനത്തില് നിങ്ങൾ ഗുരുവിന്റെ പക്കലെത്തുക, ഗുരുസംക്ഷത്തിലായിരിക്കും. അതിന് ഗുരുപൂർണിമ നിങ്ങളെ ഓർമ്മിപ്പിക്കാറാകട്ടെ. അതുപോലെ തന്നെ എല്ലാ പൗർണിമകളിലും ഗുരുവിന്റെ അടുത്തേക്ക് ചേർന്നിരിക്കാൻ പറ്റിയാൽ നല്ലത്. എപ്പോഴും ഗുരുധർമ്മത്തിലായിരിക്കാൻ പറ്റിയാൽ അതിലേറ്റവും നല്ലത്. കൂടുതൽ പറയാൻ എനിക്ക് കഴിയുന്നില്ല. ഇപ്പോ എന്റെ ഉള്ളിൽ ചിലതൊക്കെ കയറി ഇങ്ങനെ വന്നിട്ട്. ഞാൻ ഇന്നലെയും ഗുരുവിന്റെ പക്കലായിരുന്നു. ഇന്ന് ഗുരുവിന്റെ സമാധിയിൽ ഇരുന്നിട്ടാണ് കുറേ നേരം അദ്ദേഹം പകർന്നു നൽകിയ വിദ്യ അഭ്യസിച്ചുകൊണ്ടേയിരുന്നത്. അപ്പോ അതിന്റെ എല്ലാം ശീലം, അല്ലെങ്കിൽ അതിന്റെ എല്ലാം ഒരു ആഘാതം ഉള്ളിലുണ്ട്, വൈകാരികമായിട്ടുള്ള ചില ആഘാതങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിശദീകരിച്ചു പോകാൻ കഴിയുന്നില്ല. എങ്കിലും ഈ ഒരു സന്ദേശം ഗുരുവിങ്കിലായിരിക്കാൻ നിങ്ങൾക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളിലൂടെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. അത്രയ്ക്കും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.